ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കാൻ പോവാണ്. വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ വെച്ച്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലൊക്കെ കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ആദ്യം തന്നെ നമ്മൾ വെണ്ടയ്ക്കയെല്ലാം ഒരേ മുഴുപ്പിൽ അരിഞ്ഞെടുക്കുകയാണ്. ഈ ഒരു നീട്ടത്തിൽ നമുക്ക് കണ്ടിച്ചിടാമേ. വെണ്ടയ്ക്കയൊക്കെ നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തക്കാളിയും കൂടി അരിഞ്ഞെടുക്കാം. ഈ ഒരു മുഴുപ്പിൽ തക്കാളിയും നമുക്ക് അരിഞ്ഞെടുക്കാമേ. 2 പച്ചമുളകും കൂടി കീറിയിട്ട് കൊടുക്കുന്നുണ്ടേ. ഇനി നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. അതിനായിട്ട് ഒരു മുറി തേങ്ങ ഞാൻ ചിരകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്ത് ഇതിൻ്റെ പാലിനെ പിഴിഞ്ഞെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ കടുക് പൊട്ടിച്ച് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇതിൻ്റെ കൂടെ. ഇനി നമുക്ക് വെണ്ടയ്ക്ക നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാവേ. ഇപ്പോൾ വെണ്ടയ്ക്ക നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് പച്ചമുളകിനെയും കുറച്ച് സവോള ചെറുതാക്കി അരിഞ്ഞതിനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവോളയും പച്ചമുളകും ഒന്ന് വാടി വന്നപ്പോഴത്തേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ആക്കി കൊടുത്ത് എല്ലാം ഒന്ന് വേവിച്ചെടുക്കണം. തക്കാളിയൊക്കെ ഒന്ന് വേവുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് വെക്കാം. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ നമ്മൾ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1.5 ടീസ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ വഴറ്റി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ. പച്ചമണം മാറി വരുമ്പോഴത്തേക്കും നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ അതിലേക്ക് കൂട്ടി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചിട്ട് ഉപ്പുണ്ടോന്ന് ഈ സമയത്ത് നോക്കുക. ഉപ്പില്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിന് കൂടെ മാത്രമല്ല കേട്ടോ, ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.